ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. DCC കത്ത് നൽകിയിട്ടും സ്ഥാനമൊഴിയാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. ഇതേ തുടർന്ന് പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടികൾ ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് നേതൃത്വം കത്ത് നൽകിയിട്ടും സ്ഥാനമൊഴിയാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിസമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങുകൾ ബഹിഷ്കരിക്കാൻ UDF തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് മുള്ളിക്കാല SILP സ്കൂളിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവം UDF അംഗങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എത്തിയില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. സിന്ധുവാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടെ പ്രശ്നം വീണ്ടും രൂക്ഷമായി. പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനാണ് UDF ഇപ്പോൾ നീക്കം തുടങ്ങിയിട്ടുള്ളത്. അവിശ്വാസം വന്നാൽ LDFും കോൺഗ്രസിലെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും പ്രസിഡന്റിനെ പിന്തുണയ്ക്കുമെന്നും അറിയുന്നു. ധാരണയനുസരിച്ച് പ്രസിഡന്റ് പദവി ഇനിയുള്ള കാലം RSPയാണ്. പട്ടികജാതി സംവരണമായതിനാൽ LDFന് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയില്ല. എന്നാൽ പല കാര്യങ്ങളിലും പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും കോൺഗ്രസിലെ ചിലർ വിമർശിക്കുന്നതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. RSPയിലെ ലളിത ഷാജിയെ പ്രസിഡന്റാക്കാനാണ് UDFന്റെ തീരുമാനം. 23-അംഗ ഭരണസമിതിയിൽ UDFന് 13ഉം LDFന് 9ഉം ഒരു സ്വതന്ത്ര അംഗവുമാണുള്ളത്. UDF ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയിലും തേവലക്കരയിലും പന്മനയിലും പ്രസിഡന്റ് പദവി RSPക്ക് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. തേവലക്കരയിലെ ഭിന്നത തുടരുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.